നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. KRF-ന്റെ എക്സാം അടുത്ത് വരുന്നു. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ CCB എക്സാം, ബോർഡ് എക്സാം വരുന്നു. അപ്പം ഈ 2024 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കൃത്യമായിട്ട് പഠിക്കണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് ദ ബ്രാൻഡ് നെയിം കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ KRF-ed. ആൻസർ എന്താണ്? കേരയാണ് അല്ലേ? ആൻസർ കേരയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് KRF-ന്റെ പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് അല്ലേ? അപ്പോൾ KRF-നെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എന്താണ് KRF-ed എസ്റ്റാബ്ലിഷ് ചെയ്തത്? KRF-ന്റെ അബ്രിവേഷൻ എന്താണ്? KRF-ed ഏത് തരത്തിലുള്ള സൊസൈറ്റിയാണ്? നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ, അതാണ് KRF-ed. എന്താണ്? കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1987 ഫെബ്രുവരി 4 കാര്യം ഓർത്തു വെച്ചേ. അപ്പോൾ നമുക്കറിയാം റൂൾ 15(2)B പ്രകാരം പ്രോസസ്സിംഗ് സൊസൈറ്റികളെ നമുക്കറിയാം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ട്, അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഇതിനകത്തെ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിലെ 2-tier സ്ട്രക്ചറിലെ അപ്പെക്സ് ആണ് KRF-ed. എന്താണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിലെ 2-tierലെ അപ്പെക്സ് ആണ് KRF-ed. മറന്നു പോകലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. സ്ലോഗൻ എന്താണ്? ഡയറക്റ്റ് ടു കിച്ചൺ ആണ്. ഓക്കെ, ബ്രാൻഡ് നെയിം എന്താണ്? അതാണ് കേര. പിന്നെ എന്താ? കേരയുണ്ട്, കേര ഗോൾഡ് ഉണ്ട്, കേര കേശ് ഉണ്ട്, കേര അക്മാർക്കുണ്ട് അല്ലേ? ഹെയർ ഓയിൽ ഏതാണ്? അത് കേശാമൃതാണ്. ഓക്കെ, പഠിച്ചു പോകണം, മറന്നു പോകല്. കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് ഓർഡറിൽ ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കിട്ടും. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ. കിട്ടിയോ പറഞ്ഞ കാര്യങ്ങൾ? KRF-ed കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ 1987 ഫെബ്രുവരി 4. ഓക്കെ, അഗ്രികൾച്ചർ പ്രോസസ് സൊസൈറ്റീസിലെ അപ്പെക്സ് ആണ് ഈ പറയുന്ന എന്ത് 2-tier സ്ട്രക്ചറിലെ അപ്പെക്സ് ആണ് KRF-ed. ഓക്കെ ആണല്ലോ. 1987 ഫെബ്രുവരി 4 രജിസ്റ്റർ ചെയ്ത് 1987 സെപ്റ്റംബർ 16 പ്രവർത്തനം ആരംഭിച്ചു. ഹെഡ് ഓഫീസ് തിരുവനന്തപുരമാണ്. സ്ലോഗൻ ഏതാണ്? ഡയറക്റ്റ് ടു കിച്ചൺ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹാൻഡെക്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. അപ്പോൾ ഹാൻഡെക്സ് അല്ലേ? അപ്പോൾ ഹാൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹാൻഡെക്സ്? ഹാൻഡെക്സ് എന്താണ്? ഹാൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹാൻഡെക്സ് കേട്ടിട്ടുണ്ടോ? ഹാൻഡെക്സ് എന്ന് ഏത് വർഷമാണ് ഹാൻഡെക്സ് വന്നത്? ഹാൻഡെക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എന്താണ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി അല്ലേ? കൊച്ചിൻ സെൻട്രൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെയും ശ്രീമൂലം സെൻട്രൽ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടെ അമാൽഗമേറ്റ് ചെയ്താണ് ഈ ഹാൻഡെക്സ് രൂപീകൃതമായത് അല്ലേ? എന്നാണ് ഹാൻഡെക്സ് രൂപീകൃതമായത്? 1961. അത് 2-tier സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അറിയാമല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. മറന്നു പോകല്ലേ, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹാൻഡ്ലൂം സൊസൈറ്റി ഇൻ തമിഴ്നാട് ചോദിക്കുകയാണെങ്കിൽ കോപ്പെക്സ് ആണ്. ഓക്കെ, പിന്നെ ഹാൻഡ് വീവ് ഉണ്ട്. അതെന്താണ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പഠിച്ചു പോകണം, മറന്നു പോകല്. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, താങ്ക് യു.